നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീനയുടെ അണ്ടർ-20 ടീം ഇപ്പോൾ കോട്ടിഫ് ടൂർണമെന്റിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന മത്സരത്തിൽ ബ്രസീലിന്റെ അണ്ടർ-20 ടീമിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അവരുടെ വിജയം. ഈ ടൂർണമെന്റിനുള്ള അണ്ടർ-20 ടീമിനെ പരിശീലകനായ ഡിയേഗോ പ്ലസന്റെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ കേവലം 18 വയസ്സ് മാത്രമുള്ള അലക്സ് വോയ്സ്കിക്ക് സാധിച്ചിരുന്നു. പ്രമുഖ അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സ് ഈ ഒരു താരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പുതിയ ഗർനാച്ചോ എന്നാണ്. അതായത് സ്പെയിനിൽ ജനിച്ച് അർജന്റീനയെ തിരഞ്ഞെടുത്ത യുവ പ്രതിഭയാണ് അലജാൻഡ്രോ ഗർനാച്ചോ. അതേ വഴി തന്നെയാണ് ഇപ്പോൾ അലക്സ് വോയ്സ്കി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് സ്പെയിനിലെ മയോർക്കയിലാണ് അലക്സ് ജനിച്ചിട്ടുള്ളത്. അച്ഛൻ സ്പാനിഷ് ആണെങ്കിലും അമ്മ അർജന്റീനക്കാരിയാണ്. അർജന്റീനയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം അർജന്റീനയെ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിലാണ് അലക്സ് കളിക്കുന്നത്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇറ്റലിയും അമേരിക്കയും ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ അദ്ദേഹം നിരസിച്ചു അർജന്റീനയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. സ്പാനിഷ് ക്ലബ്ബായ മയോർക്കയിലൂടെ വളർന്നു വന്ന താരമാണ് ഇദ്ദേഹം. അവരുടെ അണ്ടർ-19 ടീമിന് വേണ്ടിയാണ് താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മയോർക്ക യൂത്ത് ടീമുകൾക്ക് വേണ്ടി 500-ലധികം ഗോളുകൾ തന്റെ കരിയറിൽ ഈ ഒരു താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടിയാണ് അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റിയത്. മയോർക്കയുടെ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അവരുടെ സ്ക്വാഡിൽ ഇടം നേടിക്കൊണ്ട് അവർക്കൊപ്പം ട്രെയിനിങ് നടത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആദ്യമായി ഇദ്ദേഹത്തെ അർജന്റീനയുടെ അണ്ടർ-20 ടീമിലേക്ക് തിരഞ്ഞെടുത്തത് അർജന്റീൻ ഇതിഹാസമായ ഹവിയർ മഷരാനയായിരുന്നു. അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി ഈ ഒരു മയോർക്കയുടെ അക്കാദമി സന്ദർശിച്ച സമയത്ത് വോയ്സ്കിയെ സന്ദർശിച്ചിരുന്നു. ഒരു ദിവസം നിങ്ങൾക്ക് എന്നെ അർജന്റീനയുടെ സീനിയർ ടീമിന്റെ ജേഴ്സിയിൽ കാണാൻ കഴിയും എന്നായിരുന്നു അലക്സ് വോയ്സ്കി ആ സമയത്ത് സ്കലോണിയോട് പറഞ്ഞിരുന്നത്. ഏതായാലും അർജന്റീനയുടെ ഒരു ഭാവി പ്രതീക്ഷയാണ് അലക്സ് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.